എന്ന് പറഞ്ഞ ഹുറൂഫുൽ അറബിയ പഠിതാക്കളെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പിന്നെ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾ നമ്മൾ എടുത്തതും അതേപോലെ തന്നെ ഇതിന്റെ കൂടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു റിവിഷൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഒരു ആകത്തുക എന്താണ് എന്ന് മനസ്സിലാക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. മനസ്സിലാക്കേണ്ടത് പിന്നെ ഫിഅല്, ഇസ്മ്, ഹർഫ് ഈ 3 എണ്ണം ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പിന്നെ ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതില് പിന്നെ ആദ്യം എളുപ്പമുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോവാം. അതിൽ ഒന്നാമത്തേതാണ് പിന്നെ ഹുറൂഫുകൾ. ഹുറൂഫ് നമ്മൾ പഠിച്ചതാണ്. അൽ ഹുറൂഫു കുല്ലുഹ മബ്നിയ്യത്തുൻ ദായിമ. അൽ ഹുറൂഫു കുല്ലുഹ മബ്നിയ്യത്തുൻ ദായിമ. ഹർഫുകൾ എപ്പോഴും എന്തായിരിക്കും? മബ്നി ആയിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഫി എന്നുള്ളത്. ഫി എന്നുള്ള ഹർഫ് പിന്നെ ഹർഫു ജർരിൻ മബ്നിയുൻ അല സുക്കൂൻ. ഹർഫു ജർരിൻ മബ്നിയുൻ അല സുക്കൂൻ. ഹർഫു ജറാണ്, അത് മബ്നിയാണ്, സുക്കൂനുമേൽ മബ്നിയാണ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് അല എന്നുള്ളത്. അലയും ഇതേപോലെ ഹർഫു ജർ മബ്നിയുൻ അല സുക്കൂൻ, അതും എന്താണ്? സുക്കൂനുമേൽ മബ്നിയാണ് എന്നുള്ളതാണ്. മുന്തു എന്നുള്ളത്, മുന്തു ഇതേപോലെ തന്നെയാണ് ഹർഫു ജർ മബ്നിയുൻ അല ദ്ദമ്മ. അല ദ്ദമ്മി, ദ്ദമ്മുമേലാണ് എന്ത്? അത് മബ്നിയായിട്ടുള്ളത്. മുന്തു എന്നുള്ളത് നമ്മളവിടെ പിന്നെ കണ്ടതാണ്. ഇവിടെ പിന്നെ ളൊമ്മുമ്മലാണ് എന്ത് ചെയ്യുന്നത്? മുന്തു എന്നുള്ളത് മബ്നിയായിട്ടുള്ളത് എന്നുള്ളതാണ്. മുന്തു എന്നുള്ളത് ളൊമ്മുമ്മലാണ് എന്ത് ചെയ്യുന്നത്? മബ്നി ആയിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. അതേപോലെ മറ്റൊന്നാണ് വാവ്. വാവ് പിന്നെ ഹർഫു അത്തുഫാണ്.
മബ്നിയുൻ അല സുക്കൂൻ. ഇത് ഹർഫ് ജറല്ല, ഹർഫ് അത്തുഫാണ്. മബ്നിയുൻ അലൽ ഫത്ഹ, അലൽ ഫത്ഹി. പിന്നെ ഫത്ഹിമ്മലാണ് എന്തുള്ളത്, മബ്നിയൻ ആയിട്ടുള്ളത്. പിന്നൊന്നാണ് അലിഫ് എന്നുള്ളത് ഹംസ. ഹർഫുൽ ഇസ്തിഫ്ഹാമി മബ്നിയുൻ അലൽ ഫത്ഹി, മബ്നിയുൻ അലൽ ഫത്ഹി. ഇത് ഹർഫു ഇസ്തിഫ്ഹാമാണ്, അതായത് പിന്നെ ചോദ്യം ചോദിക്കാനുള്ള ഹർഫാണ്. ഇത് ഹർഫ് ജറല്ല, ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയുള്ള ഹർഫാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ഹർഫു ഇസ്തിഫ്ഹാം എന്നാണ് അതിന് പറയുക. അതെന്താണ്, പിന്നെ മബ്നിയുൻ അലൽ ഫത്ഹ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹർഫ് ഇസ്തിഫ്ഹാം ഹംസ മാത്രമാണ് മബ്നിയുൻ അലൽ ഫത്ഹ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ഹറൂഫിന്റെ കൂട്ടത്തിൽ ഹംസ മാത്രമാണ് ഇസ്തിഫ്ഹാമിന്റേത് എണ്ണുകയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കാം. ക്ലിയർ ആയിരിക്കും. അടുത്തേക്ക് പോകല്ലോ അല്ലെ. അതൊന്നും കൂടെ ക്ലിയർ ആക്കാൻ പറ്റുമോ? ഏത് ഹംസ പിന്നെ അല്ലാതെ എങ്ങനെ വരാം? അതല്ലാത്ത നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ വരും. ആ, ഇനി അടുത്തതാണ് പിന്നെ അൽ അസ്മാ, ഇസ്മുകള്. ഇസ്മുകള് പിന്നെ രണ്ട് രൂപത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന് മബ്നിയായിട്ടുള്ളത്, മബ്നിയായിട്ടുള്ള ഇസ്മുകളുണ്ട്. മറ്റൊന്ന് മുഅറബായിട്ടുള്ള ഇസ്മുകളുണ്ട്. മബ്നിയായിട്ടുള്ളതും മുഅറബായിട്ടുള്ളതും ആയ ഇസ്മുകൾ എന്തുണ്ട്, ഉണ്ട്. അൽ മബ്നിയാത്തു മിനൽ അസ്മാ, മബ്നിയായിട്ടുള്ള ഇസ്മുകൾ. ഇസ്മുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മബ്നിയായിട്ടുള്ള മുഅറബായിട്ടുള്ളത് പറഞ്ഞു. അതിൽ പിന്നെ മബ്നിയായിട്ടുള്ള ഇസ്മുകളാണ് അൽ അസ്മാ ഉൽ ഇഷാറ. അസ്മാ ഉൽ ഇഷാറ എന്താണ്, മബ്നിയാണ് എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് ഹാദ റജുലുൻ, ഹാദ റജുലുൻ, ഇതൊരു പുരുഷനാകുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും അതിന്റെ ഇഅ്റാബ് വരിക, ഹാദ എന്നുള്ളതിനെ? ഉള്ളു പറയും. മുബ്തദഉൻ മർഫൂഉൻ മുബ്തദവും മർഫൂഉം. ഹെഡിങ് നോക്കി എന്താണ് ഇസ്മു ഇഷാറ. മർഫൂ. പിന്നെ ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ മുബ്തദ. അങ്ങനെയാണ് വരിക. ഓക്കെ, ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ മുബ്തദ. ഇസ്മു ഇഷാറയാണ് ഹാദ എന്നുള്ളത്. മബ്നിയുൻ അല സുകൂൻ, സുക്കൂനുമേൽ എന്താണ്, അത് മബ്നിയാണ്. ഫി മഹല്ലി റഫ്ഇ മുബ്തദ, മുബ്തദന്റെ സ്ഥാനത്താണുള്ളത്, റഫ്ആണ്. പിന്നെ മബ്നിയാകുന്ന ഇസ്മുകളുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് അദ്ദമാഇറുൽ മുൻഫസില. അദ്ദമാഇറുൽ മുൻഫസില, മുൻഫസിലായിട്ട് വിട്ടുകൊണ്ടുവരുന്ന ദമീറുകൾ. ഒരു ഉദാഹരണമാണ് ഹുവ മുദർരിസുൻ, ഹുവ മുദർരിസുൻ എന്നുള്ളത്. അപ്പോ ഹുവ എന്നുള്ളത് എന്തായിരിക്കും? ضمير منفصل യെസ്, ضمير منفصل مبني على الفتح مبني على الفتح في محل رفع مبتدأ. في محل رفع مبتدأ. ضمير منفصل مبني على الفتح في محل رفع مبتدأ. ضميറാണ് ഹുവ എന്നുള്ളത്, മുൻഫസിലായിട്ടുള്ള ضميറാണ്, മുൻഫസിലായിട്ടുള്ള ضميറാണ് ഹുവ എന്നുള്ളത്. അതേപോലെ തന്നെ മബിനിയാണ്. നമ്മൾ മബിനിയാത്തുൽ അസ്മാഇനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്, ഇസ്മുകളിൽ മബിനിയായി വരുന്നതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ضمീറുൽ മുൻഫസില എന്തായിരിക്കും, മബിനിയായിരിക്കും. ഇവിടെ മഹല്ലി റഫ്ഇ മുബ്തദ. ഇനി മബിനിയായിട്ട് വരുന്ന മറ്റൊന്നാണ് അദ്ദമാഇറുൽ മുത്തസില, ചേർന്ന് വരുന്ന ദമീറുകൾ. ദമാഇറുൽ മുത്തസില, ചേർന്ന് വരുന്ന ദമീറുകൾ.
അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇസ്മുഹു മുഹമ്മദുൻ, അവന്റെ പേര് മുഹമ്മദ് ആകുന്നു. ഇസ്മുഹു മുഹമ്മദുൻ എന്തായിരിക്കും അവിടുത്തെ ഇഅ്റാബ് വരിക? ضمير متصل مبني على ضمير متصل مبني مبني على ضم على الضم في في محل محل جر آه مضاف إليه. مضاف إليه. أحسنت، في محل جر مضاف إليه. ضمير متصل مبني على الضم في محل جر مضاف إليه. അപ്പോ ളമീർ മുത്തസിലാണ് അല്ലെ, ചേർന്ന് വരുന്നതാണ്. ഇസ്മു എന്നുള്ളതിനോട് ചേർന്ന് വരുന്നതാണ് എന്ത്, പിന്നെ ഹു എന്നുള്ളത് ആ ളമീർ. അതുകൊണ്ട് തന്നെ അത് മുത്തസിലായിട്ടുള്ളതാണ്, മബിനിയാണ്. ദമ്മുമ്മലാണ് എന്ത് ഉള്ളത്, മബിനി ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ദമ്മുമ്മൽ എന്താണ്, മബിനിയാണ് എന്നാണ്. ഫി മഹല്ലി ജർരി മുദാഫുൻ ഇലൈഹി. നോക്കി. ഇനി അടുത്തത് മബിനിയായിട്ടുള്ള അടുത്ത ഇസ്മാണ് അസ്മാ ഉൽ മൗസൂല. അസ്മാ ഉൽ മൗസൂല അല്ലെ, ഏതാ ഈ അസ്മാ ഉൽ മൗസൂല ഏതാണ്? الذي التي ഇവ അല്ലദീ അല്ലതി എന്നുള്ളതൊക്കെ. ഒരു ഉദാഹരണം നോക്ക്. അല്ലാഹുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്. അല്ലദീ എന്ന് പറഞ്ഞ യാതൊരുവൻ എന്നുള്ളതാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണം ആരെങ്കിലും അവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ. എന്തായിരിക്കും ഇതിന്റെ ഇഅ്റാബ് വരിക? اسم موصولة اسم موصولة في مبني على أيوة مبني على السكون على السكون في محل جر في محل رفع خبرنا. أيوة في محل رفع خبر. اسم موصولة مبني على السكون في محل مبني على السكون في محل رفع خبر. اسم موصولة يعني مبني على السكون. سكون ملانത് مبني ആയിട്ടുള്ളത് في محل رفع خبران. അടുത്തതാണ് അസ്മാഉൽ ഇസ്തിഫ്ഹാം. അസ്മാഉൽ ഇസ്തിഫ്ഹാം അത് മബ്നിയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചത്, പിന്നെ ഹംസ അത് പിന്നെ നമ്മൾ ജെറാണ് എന്ന് പറഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇവിടെ മനസ്സിലാക്കേണ്ടത് മൻ, അതായത് ഹംസ ഒഴികെ ചോദ്യത്തിനുള്ള പിന്നെ അകൽത്ത നീ തിന്നോ, അകൽത്ത അശരിബ്ത നീ കുടിച്ചോ എന്നുള്ള ആ ഹംസ ഉണ്ടല്ലോ ചോദ്യത്തിന്റെ, അതെപ്പോഴും എന്തായിരിക്കും ജെറിന്റെ ഇതിലാണ് അതെന്ത് ചെയ്യുക, അത് മബ്നിയാണ്. എന്നാൽ അതല്ലാത്ത എല്ലാ ചോദ്യങ്ങളും എന്താണ്, അസ്മാ ഉൽ ഇസ്തിഫ്ഹാമാണ്. അത് എന്തായിരിക്കും, മബ്നിയുൻ മിനൽ അസ്മാ, അതിൽപ്പെട്ടതാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഇവിടെ മൻ ഫിൽ ഗുർഫതി, ആരാണ് റൂമിൽ. മൻ ഫിൽ ഗുർഫതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മൻ എന്നുള്ളത് എന്തായിരിക്കും, ഇസ്മുൽ ഇസ്തിഫ്ഹാം. ഇസ്മുൽ ഇസ്തിഫ്ഹാം مبني على السكون مبني على السكون في محل رفع مبتدا. في محل رفع مبتدا. اسم الاستفهام مبني على السكون في محل رفع مبتدا എന്നുള്ളതാണ്. അപ്പൊ മൻ എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫ്ഹാം ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും, മബ്നി ആയിരിക്കും. മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇ മുബ്തദ. ഇതാണ് മബ്നിയാതു മിനൽ അസ്മാ. ഇസ്മുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്മുകൾ എന്തുണ്ട്, മബ്നി ആയതുമുണ്ട് മുഅറബ് ആയതുമുണ്ട്. അതിൽ മബ്നി ആയിട്ടുള്ള ഇസ്തിഫ്ഹാമുകളാണ്, മബ്നി ആയിട്ടുള്ള അസ്മാകളാണ് എന്ത്, ഒന്ന് അസ്മാ ഉൽ ഇഷാറ, പിന്നെ രണ്ടാമത്തത് ളമാഇറുൽ മുൻഫസില, മൂന്നാമത്തത് ളമാഇറുൽ മുത്തസില, നാലാമത്തത് അസ്മാ ഉൽ മൗസൂല, അഞ്ചാമത്തത് അസ്മാ ഉൽ ഇസ്തിഫ്ഹാം. ഇതൊക്കെ
പിന്നെ ഈ അഞ്ചെണ്ണം എന്തായിരിക്കും? മബിനിയാത്തുകളാണ്, അസ്മാഇന്റെ മബിനിയകളാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, പിന്നെ ഇനി ഇതിന്റെ ഹാലുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 അവസ്ഥകൾ. പിന്നെ ഒന്ന് ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞ മൗഖയാണ്. മൗഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനം. പിന്നെ അതേപോലെ തന്നെ ഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ. അലാമാത്തുൽ ഇഅ്റാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ അടയാളങ്ങൾ. ഉദാഹരണത്തിന് മുബ്തദ, ഇതിന്റെ ഒരു മൗഖയാണെന്ത്? പിന്നെ കാണുന്നുണ്ടോ? ആ മുബ്തദ അല്ലെ? ഇതിന്റെ ഹാല്, ഈ മുബ്തദഇന്റെ ഹാല് ഏതാണ്? റഫ് മർഫൂആണ്. റഫ് മർഫൂആണ്. ഈ മുബ്തദഇന്റെ ഹാല് മർഫൂആണ്. മറ്റൊന്നാണ് പിന്നെ ഖബർ. ഖബറിന്റെ ഹാൽ എന്തായിരിക്കും? മർഫൂ മർഫൂആണ്. മറ്റൊന്നാണ് പിന്നെ ഫാഇൽ. ബോർഡിൽ റൈറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്. ഇതിപ്പോ സ്ക്രീനാ അപ്പൊ കാണിക്കുന്നത്. സ്ക്രീൻ ഓഫ് ആക്കേണ്ടി വരും കാണണമെങ്കിൽ. സ്ക്രീന് അല്ല, നിങ്ങൾക്ക് പിന്നെ ഇതിൽ എഴുതുന്നത് കാണില്ല. ഞാൻ ഈ ഇതിൽ തന്നെ എഴുതുന്നുണ്ടല്ലോ. അത് ആ അത് കാണുന്നുണ്ട്, പക്ഷെ അത് റെഡ് കളർ ആയതുകൊണ്ട് ക്ലിയർ അല്ല. വേറെ കളർ കളർ വൈറ്റ് ആക്കുകയാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ബിക്കോസ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇപ്പൊ കാണുന്നുണ്ടോ? വൈറ്റ് ലൈറ്റ് കളർ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? അത് മതി. ഇല്ലല്ലോ അല്ലേ? ആ ഓക്കെ. പിന്നെ ഞാൻ ഒന്നുകൂടി എഴുതാം. സോറി. ഓക്കെ. കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. മുബ്തദ കാണുന്നുണ്ടോ? ആ മുബ്തദ ഇപ്പൊ എന്തായിരിക്കും? മർഫൂ മർഫൂഅ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഖബർ. ചിലർക്ക് ഇത് തെളിയുന്നില്ല, ഞങ്ങള് ഇതിലൊക്കെയാ മതി. ഖബറും മർഫൂഅ ആയിരിക്കും. കുത്തിടാൻ കഴിയില്ല. ഓക്കെ. പിന്നെ ഫാഇൽ. ഫാഇലും എന്തായിരിക്കും? മർഫൂഅ ആയിരിക്കും. അപ്പൊ ഫാഇൽ എന്നുള്ളത് എന്താ? മൗഖിയാണ്. മുബ്തദ എന്നുള്ളത് മൗഖിയാണ്. ഖബർ എന്നുള്ളത് മൗഖിയാണ്. ഈ മുബ്തദഇന്റെ ഹാലാണെന്ത്? മർഫൂഅ. ഖബറിന്റെ ഹാലാണെന്ത്? മർഫൂഅ. ഫാഇലിന്റെ ഹാലാണ് പിന്നെ മർഫൂഅ എന്ന് പറഞ്ഞത്. ഇനി പിന്നെ മറ്റൊന്നാണ് എന്ത്? മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹിന്റെ ഹാൽ എന്തായിരിക്കും? മൻസൂബ് മൻസൂബ് ആയിരിക്കും. മൻസൂബ് ആയിരിക്കും. മഫ്ഊലുൻ ബിഹിന്റെ ഹാല് മൻസൂബ് ആയിരിക്കും. ഇനി ഇതിന്റെയൊക്കെ അലാമാത്തുൽ ഇഅ്റാബ്. അലാമാത്തുൽ ഇഅ്റാബ് എന്തായിരിക്കും?
ഒന്നില്ലെങ്കിൽ അത് അസ്ലിയായിരിക്കും. അസ്ലിയത്ത്, അതായത് അലാമത്തുൽ ഇഅ്റാബ് എന്തായിരിക്കും? ദമ്മായിരിക്കും, ഫത്ഹായിരിക്കും, കെസറായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അതല്ലെങ്കിൽ അതെന്തായിരിക്കും? ഫറഇയായിരിക്കും. ഫറഇയ ആയിരിക്കും. ഫറഇയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ചിലയിടത്ത് എന്തായിരിക്കും? ജംഉ മുദക്കർ സാലിമില് പിന്നെ വാവ് കൊണ്ടായിരിക്കും റഫ്ഇയ, അല്ലെ? അപ്പൊ റഫ്ഇന്റെ അടയാളം ശരിക്കും എന്താണ്? ഇതാണ്, ദമ്മാണ്. അതാണ് അസ്ലിയായിട്ടുള്ള അടയാളം. എന്നാൽ അത് വാവ് കൊണ്ട് റഫ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? ഫറഇ ആയിട്ടുള്ള അടയാളമായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തുണ്ട്? മൗഖിഅ ഉണ്ട്, ഹാലുണ്ട്, അതേപോലെ തന്നെ അലാമത്തുൽ ഇഅ്റാബ്, ഇതൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വെക്കണത്. അലാമാത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിന്റെ അടയാളങ്ങൾ. അതില് പിന്നെ റഫ്അ, ദമ്മ്, സോറി, നസ്ബ്, ജർറ്, ജസ്മ്, ഈ 3 അലാമത്തുകളാണ് അറബിയിലുള്ളത്, അല്ലെ? ഒന്ന് റഫ്ആണ്, നസ്ബാണ്, ജർറാണ്, ജസ്മാണ്. അതിൽ റഫ്ഇന്റെ അടയാളം പിന്നെ അലാമത്തുൽ അസ്ലിയ ആയിട്ടുള്ള അടയാളം എന്താണ്? റഫ്ഇന്റെ അടയാളം എന്താണ്? ദമ്മാണ്. ദമ്മ് ആണ് അസ്ലിയ ആയിട്ടുള്ള അടയാളം. നസ്ബിന്റെ അസ്ലിയ ആയിട്ടുള്ള അടയാളം ഫത്ഹാണ്. ജർറിന്റെ അസ്ലിയ ആയിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് കെസറാണ്. ജസ്മിന്റേത് സുക്കൂനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റഫ് എന്ന് പറയുമ്പോൾ ദമ്മാണ്, ഫത്ഹ് എന്ന് നസ്ബ് എന്ന് പറയുമ്പോൾ ഫത്ഹാണ്, ജർ എന്ന് പറയുമ്പോൾ സുക്കൂൻ കെസറാണ്, ജസ്മ് എന്ന് പറയുമ്പോൾ സുക്കൂനാണ്. ഇതാണ് അലാമാത്തുൽ അസ്ലിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അലാമാത്തുൽ ഫറഇയ്യ, അലാമാത്തുൽ ഫറഇയ്യ, ഫറഇയ്യ ആയിട്ടുള്ള അലാമത്തുകൾ. അതിലൊന്നാണ് ഫിൽ മുസന്ന. മുസന്നയിൽ റഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അലിഫ് കൊണ്ടാണ്. മുസന്നയിൽ റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ജംഉ മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. ജംഉ മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ അടുത്ത സ്ലൈഡുകളിൽ വരും. ക്ലിയർ? മറ്റൊന്ന് സുബൂത്തുന്നൂൻ. സുബൂത്തുന്നൂൻ ഫിൽ അഫ്ആലിൽ ഖംസ. അഫ്ആലുൽ ഖംസയിൽ റഫ് ചെയ്യുന്നത് സുബൂത്തുന്നൂൻ കൊണ്ടാണ്. അഫ്ആലുൽ ഖംസയിൽ റഫ് ചെയ്യുന്നത് സുബൂത്തുന്നൂനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു റഫിന്റെ ഒറിജിനൽ അടയാളം ദമ്മാണ്. അത് പിന്നെ മുസന്നയിൽ വരുമ്പോൾ അലിഫാകും. ജംഉ മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും എന്തായിരിക്കും? വാവാകും. പിന്നെ അഫ്ആലുൽ ഖംസയിൽ അത് സുബൂത്തുന്നൂന് ആയിരിക്കും. ഇനി നസ്ബ്. നസ്ബിന്റെ അസ്ലിയായ അടയാളം ഫത്ഹാണ്. അതിന്റെ പിന്നെ അസ്മാഉൽ ഖംസയിൽ അത് അലിഫ് ആയിരിക്കും. നസ്ബിന്റെ അടയാളം എന്തായിരിക്കും? അലിഫ് ആയിരിക്കും. അതേപോലെ തന്നെ മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലും, മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലും നസ്ബിന്റെ അടയാളം യാ ആയിരിക്കും. മുസന്നയിലും ജംഉ മുദക്കർ സാലിം. അൽ കസ്റതു ഫി ജംഇ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിമിൽ എന്തായിരിക്കും? കെസ്റായിരിക്കും നസ്ബിന്റെ അടയാളം. അതേപോലെ അഫ്ആലുൽ ഖംസയിൽ ഹദ്ഫുൻ നൂനാണ് നസ്ബിന്റെ അടയാളം. അഫ്ആലുൽ ഖംസയിൽ ഹദ്ഫുൻ നൂനാണ് നസ്ബിന്റെ അടയാളമായിട്ടുള്ളത്. ക്ലിയർ?
ഇനി ജെറിന്റെ അടയാളം അസ്ലി ആയിട്ടുള്ള അടയാളം കെസ്റാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ ഫറഈ ആയിട്ടുള്ള അടയാളങ്ങളാണെന്ത്? മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും യാ ആയിരിക്കും. മുസന്ന, ജംഉ മുദക്കർ സാലിം, അസ്മാഉൽ ഖംസ, ഇതില് മൂന്നിലും യാ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മംനൂഉൻ മിനസ് സർഫിൽ എന്തുകൊണ്ടായിരിക്കും? ഫത്ഹ് കൊണ്ടായിരിക്കും പിന്നെ ജർ ചെയ്യുക. ഇപ്പൊ ആയിഷത, അൻ ആയിഷത റളിയല്ലാഹു അൻഹ, അൻ എന്ന് പറയുമ്പോ അൻ അബീ ബക്കറിൻ അല്ലെങ്കിൽ അൻ പിന്നെ പിന്നെ എന്താണ് അൻ സഈദിൻ. അപ്പോ കെസ്റാണ് അവിടെ വരുന്നത്. പക്ഷെ മംനൂഉൻ മിനസ് സർഫിൽ പെട്ടത് വരുന്നതിൽ എന്തായിരിക്കും? പിന്നെ അൻ ആയിഷത എന്നാണ് വരിക. അവിടെ പിന്നെ എന്ത് ചെയ്യുന്നത്? മംനൂഉൻ മിനസ് സർഫ് ആയതുകൊണ്ടാണ് ഫത്ഹ് കൊണ്ടത് എന്ത് ചെയ്യുന്നത്? കെസ്ർ ചെയ്യുന്നത്. മ്യൂട്ട് ചെയ്യണം കേട്ടോ അവര്. പ്ലീസ് മ്യൂട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ജസ്മാണ്. ജസ്മ് അഫ്ആലുൽ ഖംസയിൽ ഹദ്ഫു നൂന് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജസ്മ് ചെയ്യുന്നത്. ഹദ്ഫു നൂന് കൊണ്ടാണ് ജസ്മ് ചെയ്യുന്നത്. ഈ അവസ്ഥകളാണ് ഇതിൽ ഫറഈ ആയിട്ടുള്ളത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അസ്ലി ആയിട്ടുള്ളത് നമ്മൾ 4 പറഞ്ഞു. ഫറഈ ആയിട്ടുള്ളത് നസ്ബ് ചെയ്യുന്നത് മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലും മുസന്നയിൽ അലിഫ് കൊണ്ട്, പിന്നെ ജംഉ മുദക്കർ സാലിം അസ്മാഉൽ ഖംസ വാവ് കൊണ്ട്, പിന്നെ അഫ്ആലുൽ ഖംസ സുബൂത്തു നൂന് കൊണ്ട്. നസ്ബ് ചെയ്യുന്നത് അസ്മാഉൽ ഖംസയിൽ അലിഫ് കൊണ്ട്, മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലും യാ കൊണ്ട്, ജംഉ മുഅന്നസ് സാലിമിൽ കെസ്ർ കൊണ്ട്, അഫ്ആലുൽ ഖംസയിൽ ഹദ്ഫു നൂന് കൊണ്ട്. ജർ ചെയ്യുന്നത് പിന്നെ മുസന്നയിലും മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലും യാ കൊണ്ട്, മംനൂഉൻ മിനസ് സർഫിൽ ഫത്ഹ് കൊണ്ട്. ജസ്മ് ചെയ്യുന്നത് അഫ്ആലുൽ ഖംസയിൽ ഹദ്ഫു നൂന് കൊണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി അൽ അസ്മാ, ഇസ്മുകള്. അതിന്റെ ഹാല് നമ്മൾ ഹാല് നമ്മൾ പറഞ്ഞു എന്താണ് ഹാല് എന്നുള്ളത്. അതേപോലെ തന്നെ അതിന് ഉദാഹരണം, മിസാല്, പിന്നെ അലാമത്തുൽ ഇഅ്റാബ്. ഇതാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ ഓരോന്നിലും അസ്മായില് പിന്നെ ജംഉ മുദക്കർ സാലിം, മുഅന്നസ് സാലിം ഓരോന്നിലും ഹാലും മിസാലും പിന്നെ അതിന്റെ അലാമത്തുൽ ഇഅ്റാബ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പിന്നെ മർഫൂആയി വരുന്നത്, മർഫൂആയി വരുന്ന മർഫൂആയി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണെന്ത്? ഹാദാ കിതാബുൻ, ഹാദാ കിതാബുൻ എന്നുള്ളത്. എന്തായിരിക്കും ഇതിന്റെ ഇഅ്റാബ്? കിതാബുൻ ഏതിന്റെ? എന്നുള്ളടത്ത് ഹാദിന്റെയാണോ കിതാബാണോ? കിതാബുൻ, കിതാബുൻ മർഫു, ഖബറും മർഫൂ ഖബറുൻ മർഫൂൻ, ഖബറുൻ മർഫൂ, വഅലാമത്തു റഫീഇ വ- വഅലാമത്തു അദ്ദമ്മ, റഫീഇ ദമ്മ. അദ്ദമ്മ. ഇത് അസ്ലിയാണോ ഫറഈയാണോ? അസ്ലിയ. ഈ അലാമത്ത് അസ്ലി അസ്ലിയാണ് അല്ലെ? ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഇത് അസ്ലിയായിട്ടുള്ള അടയാളമാണ്. കിതാബുൻ എന്ന് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഇനി അടുത്തൊരു ഹാലാണ് മൻസൂബ്. അതിനുള്ള ഒരു ഉദാഹരണമാണെന്ത്? ഇഷ്തറൈതു കിതാബൻ, ഞാൻ പുസ്തകം വാങ്ങി. ഇഷ്തറൈതു കിതാബൻ എന്നുള്ളത്. ഓക്കെ, എന്തായിരിക്കും? കിതാബൻ മഫ്ഊലുൻ മഫ്ഊലുൻ ബിഹി ബിഹി മൻസൂബ്, മഫ്ഊലുൻ ബിഹി മൻസൂബ്, വഅലാമത്തു അലാമത്തു അലാമത്തു നസ്ബിഹി 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 അൽ ഫത്ഹ. ഫത്ഹ. ഇത് അസ്ലിയാണോ ഫറഈയാണോ? അസ്ലി. അസ്ലി അസ്ലിയാണ് അല്ലെ? മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ എന്നുള്ളതാണ്. ഇത് അസ്ലിയായിട്ടുള്ളതാണ്. ഓക്കെ. മറ്റൊന്നാണ് മജ്റൂർ. അതിന് ഉദാഹരണം ഖറഅതു മിനൽ കിതാബി,
ഖറഅ്തു മിനൽ കിതാബി, ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു എന്നുള്ളതാണ്. അപ്പൊ കിതാബ് എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? ഇസ്മ മജ്റൂർ اسم مجرور ഇസ്മുൻ മജ്റൂർ വഅലാമത്തു وعلامة ജർരിഹി അലാമത്തു ജർരിഹി അൽ കസ്ര الكسرة അസ്ലിയ ഫറഇയ. അസ്ലിയ. أصلي അസ്ലിയയാണ് അല്ലെ. ഇസ്മുൻ മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ കസ്റ, ഇത് അസ്ലി ആയിട്ടുള്ളതാണ് അല്ലെ. ഇസ്മുൻ മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ കസ്റ. അപ്പൊ അസ്മാഉകളിൽ പിന്നെ മർഫൂഉം മൻസൂബും മജ്റൂറും ആണ് അസ്മാഉകളിൽ വരുന്നത്. മജ്സൂമ് പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതേപോലെ മനസ്സിലാക്കുക. അപ്പോ ഈ 3 അവസ്ഥകളും അതിന്റെ അസ്ലിയായിട്ടുള്ള രൂപങ്ങളാണ് ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി മുസന്ന. മുസന്ന അതിന്റെ ഹാല്, മിസാല്, അലാമത്തുൽ ഇഅ്റാബ്. അതാണ് മർഫൂ. മർഫൂഇന് ഒരു ഉദാഹരണം ഹാദാനി മുസ്ലിമാനി. ഹാദാനി മുസ്ലിമാനി, ഇവ രണ്ടുപേരും എന്താണ്? മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ്. എന്തായിരിക്കും മുസ്ലിമാനി എന്നുള്ളതിന്റെ ഇഅ്റാബ് വരിക? ഖബറുൻ മർഫൂൻ അയ്വ ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി. അലിഫ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, നസ്ബിന്റെ അടയാളം മുസന്നയിൽ നസ്ബിന്റെ അടയാളം എന്തായിരിക്കും? അലിഫ്. പിന്നെ സോറി, റഫ്ഇന്റെ അടയാളം എന്തായിരിക്കും? അല്ല അലിഫ്. പിന്നെ അലിഫ് ആയിരിക്കും. ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ്. ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ്. ഇതെന്താണ്? ഇത് ഫറഈ ആയിട്ടാണ്. കാരണം എന്താ? ശരിക്കും റഫ്ഇന്റെ അടയാളം എന്താണ്? ലൊമ്മാണ്. പക്ഷെ ഇവിടെ അലിഫാണ് വന്നിട്ടുള്ളത്, കാരണം ഇത് ഫറഈ ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അടുത്തത് മൻസൂബ്. അതിന് ഉദാഹരണം റഅയ്തു മുസ്ലിമൈനി. മുസ്ലിമൈനി സോറി മുസ്ലിമീന. റഅയ്തു മുസ്ലിമീന ഫിൽ മസ്ജിദ്. എന്താണ്? മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി യാ. ഫറഈയാണോ അസ്ലിയാണോ? ഫറഈയാണ്. മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ യാ. ഫറഈയാണ് അല്ലെ. മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. അത് പിന്നെ നസ്ബിന്റെ അടയാളം ഇവിടെ എന്താണ്? യാ കൊണ്ടാണ് എന്നുള്ളതാണ്. മുസ്ലിമീന. റഅയ്തു മുസ്ലിമീന ഫിൽ മസ്ജിദ്, ഞാൻ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? പള്ളിയിൽ കണ്ടു എന്നുള്ളതാണ്. പിന്നെ മജ്റൂർ. മജ്റൂറിന് ഒരു ഉദാഹരണം ജാഊ ഫിസ്സയ്യാറതൈനി. ജാഊ ഫിസ്സയ്യാറതൈനി, അവർ 2 കാറിലായിട്ട് എന്ത് ചെയ്തു? വന്നു എന്നുള്ളതാണ്. സയ്യാറതൈനി എന്നുള്ളത് എന്തായിരിക്കും? ഇസ്മു മജ്റൂർ. ഇസ്മുൻ മജ്റൂർ വഅലാമത്തു ജർരി യാ. വഅലാമത്തു ജർരിഹി അൽ യാ. ഫറഈയാണോ അസ്ലിയാണോ? ഫറഈയാണ് അല്ലെ. ഇസ്മുൻ മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ യാ, അത് ഫറഈയാണ്. അപ്പോ ഹാദാനി മുസ്ലിമാനി എന്നുള്ളിടത്ത് അവിടെ പിന്നെ അത് ഖബറാണ്. ഖബർ മർഫൂ ആണെന്നുള്ളത് നമുക്കറിയാം. ആ റഫ്ഇന്റെ അടയാളം എന്താണ്? അലിഫാണ്. മുസ്ലിമൈനി എന്നുള്ളിടത്ത് പിന്നെ അവിടെ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് മുസ്ലിമൈനി എന്നുള്ളത് വന്നിട്ടുള്ളത്. അത് പിന്നെ മഫ്ഊലുൻ ബിഹി എപ്പോഴും എന്താണ്? മൻസൂബാണ്. പക്ഷെ ഇവിടെ നസ്ബിന്റെ അടയാളം എന്താണ്? യാ ആണ്. സയ്യാറതൈനി. സയ്യാറതൈനി ഫിസ്സയ്യാറതൈനി എന്നാണ്. അപ്പോ പിന്നെ എന്താണ്? ഇസ്മു മജ്റൂർ ആണ് സയ്യാറതൈൻ എന്നുള്ളത്. അവിടെ പിന്നെ യാ കൊണ്ടാണ് എന്തുള്ളത്? ജറിന്റെ അടയാളം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ജംഉ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിം, അതിന്റെ ഹാല്, മിസാല്, അലാമത്തുൽ ഇഅ്റാബ്.
ഒന്ന് മർഫൂ. ഇതിന്റെ ഉദാഹരണമാണ് ഹ ഉലാഇ മുസ്ലിമൂന, അക്കൂട്ടർ മുസ്ലിമീങ്ങളാകുന്നു എന്നുള്ളതാണ്. ഹ ഉലാഇ മുസ്ലിമൂന എന്താണ് ഇഅ്റാബ് എന്ത് വരിക? മുസ്ലിമൂന خبر 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 مرفوع وعلامة ആ رفعه ഖബറുൻ മർഫൂ അലാമത്തു റഫ്ഇഹി محمد അൽവാ. رفيع ഫറഇയാണ് والواو അസ്ലിയാണ്? فرعي فرية ഫറഇയാണ് അല്ലേ? ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽവാവ്. ഇത് ഫറഇയാണ്. മൻസൂബ് റഅയ്തുൽ റഅയ്തുൽ മുസ്ലിമീന ഫിൽ മസ്ജിദ്. റഅയ്തുൽ മുസ്ലിമീന ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഞാൻ മുസ്ലിമീങ്ങളെ കണ്ടു എന്നുള്ളതാണ്. مبتدأ ഇതായിരിക്കും مبتدأ مرفوع മുബ്തദ مفعول ഔല به مفعول മഫ്ഊലു به ബിഹി ആണ്. മഫ്ഊലു ബിഹി سوري مفعول به മൻസൂബ്. منصوب മഫ്ഊലു ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി الياء അൽയാ. അസ്ലിയാണോ ഫറഇയാണോ? فرية فرعي ഫറഇയാണ്. മഫ്ഊലു ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽയാ. ഫറഇ ആണ്. ഈ ഹാലത്ത് അടുത്തത് എന്ന് പറഞ്ഞാൽ മജ്റൂർ. മനസ്സിലായോ? ഹാലത്ത് ഹാൽ എന്ന് പറഞ്ഞ അവസ്ഥ. അവസ്ഥ. അതായത് ജംഉ മുദക്കർ സാലിം മർഫു ആകുന്ന അവസ്ഥ. അതിനൊരു ഉദാഹരണമാണ് എന്ത്? മുസ്ലിമൂന എന്നുള്ളത്. ഓക്കെ. ഹാദിഹി ബുയൂത്തുൽ മുസ്ലിമീൻ. അവിടെ ബിയൂത്ത് എന്നായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബൊമ്മ കൊടുക്കണതിന് ഒക്കെ സുഹൃത്ത. ഹാദിഹി ബുയൂത്തുൽ മുസ്ലിമീന, ഇത് മുസ്ലിമീങ്ങളുടെ വീടാകുന്നു. مضاف എന്തായിരിക്കും? إليه مجرور മുദാഫുൻ وعلامة ഇലൈഹി جره മജ്റൂറുൻ വഅലാമത്തു ജരിഹി مجرور وعلامة جره الياء അലിയ. അത് ഫറഇയാണ് അല്ലേ? فرعي മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജരിഹി അലിയ. മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജരിഹി അലിയ. അപ്പോൾ ജംഉ മുദക്കർ സാലിം പിന്നെ അതിന്റെ റഫ്ഇ ആകുന്നത് വാവ് കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ജറ് ചെയ്യുന്നതും യാ കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പിന്നെ അസ്മാ ഉൽ ഖംസ. അസ്മാ ഉൽ ഖംസ അത് നമ്മൾ അബു അഹു ദു എന്നുള്ളതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അസ്മാ ഉൽ ഖംസന്റെ അവസ്ഥയും മിസാലും അലാമത്തുൽ ഇഅ്റാബാണ്. ഒന്ന് മർഫു. അസ്മാ ഉൽ ഖംസ മർഫു ആകുന്നതിന് ഉള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. അതിലൊരു ഉദാഹരണം ഹാദാ അബൂ മുഹമ്മദിൻ, ഇത് മുഹമ്മദിന്റെ പേരാകുന്നു എന്നുള്ളത്. ഹാദാ അബൂ മുഹമ്മദിൻ. ഇവിടെ അബൂ എന്നുള്ളത് എന്താണ്? خبر مرفوع ഖബറുൻ മർഫൂ. വഅലാമത്തു رفعه الواو അൽവാവ്. അസ്ലിയാണോ فرية ഫറഇയാണോ? فرية ഫറഇയാണ് അല്ലേ? സോറി ട്ടോ, അതില് മുബ്തദ എന്ന് എഴുതിയിട്ടുള്ളത്, അത് മാറ്റിയിട്ട് ഖബർ എന്ന് വായിക്കണം. ഓക്കെ, ഇപ്പൊ മാറിയാണ്. ഖബറുൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽവാവ്. അവിടെ എഴുതിയത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽവാവ്. ഇനി മൻസൂബ്. അസ്മാഉൽ ഖംസ മൻസൂബ് ആകുന്ന അവസ്ഥ ഇനി ഉദാഹരണമാണ് റഅയ്തു അബാ മുഹമ്മദിൻ. റഅയ്തു അബാ മുഹമ്മദിൻ, ഞാൻ മുഹമ്മദിന്റെ പയെ കണ്ടു എന്നുള്ളതാണ്. എന്തായിരിക്കും? مفعول به منصوب مفعول به منصوب وعلامة نصبه الألف الألف. فرعيا له مفعول به منصوب وعلامة نصبه الألف. هذا എന്താണ്? ഫറഇയ ആണ്. ഓക്കെ,
ഇനി അടുത്തത് മജ്റൂർ. മജ്റൂറിന് ഒരു ഉദാഹരണം ദഹബ്തു ഇലാ അബി മുഹമ്മദിൻ. ഞാൻ മുഹമ്മദിന്റെ ഉപ്പയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? പോയി എന്നുള്ളതാണ്. ദഹബ്തു ഇലാ അബി മുഹമ്മദിൻ. എന്താണ് അവിടെ വരിക? ഇസ്മു മജ്റൂർ مجرور മൻ ഇസ്മു മജ്റൂർ വഅലാമത്തു ജർരിഹി യാ. യാ. ഇസ്മുൽ മജ്റൂർ വഅലാമത്തു ജർരിഹി الياء യാ. അൽയാ. ഇസ്മുൽ മജ്റൂർ വഅലാമത്തു ജർരിഹി അൽയാ. അത് ഫർഇയ്യയാണ് അല്ലെ? അപ്പോ ഇവിടെ പിന്നെ ശരിക്ക് റഫ്ഇന്റെ അടയാളം ضمമാണ്, നസ്ബിന്റെ അടയാളം അലിഫ, പിന്നെ ഫത്ഹാണ്, ജറിന്റെ അടയാളം കെസ്റാണ്. പക്ഷെ ഇവിടെ അസ്മാഉൽ ഖംസ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്, അതേപോലെ തന്നെ നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്, ജറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ക്ലിയർ? യെസ്. അടുത്തത് ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിം. ഓക്കെ. മർഫൂഅ അൽ ഹയവാനാതു ഫിൽ ഗാബതി. അൽ ഹയവാനാതു ഫിൽ ഗാബതി. കാട്ടിലാണെന്ത്? മൃഗങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലാണ്. എന്താണ് ഇവിടെ ഹയവാനാത്ത്? മുബ്തദഉൻ മർഫൂഉൻ مبتدأ مرفوع ആ علامة ആ تاء വഅലാമത്തു റഫ്ഇഹി ر- അലിഫ് التاء ആ. വഅലാമത്തു റഫ്ഇഹി ആ. അലിഫ് അല്ലേ? ഉം. ആണോ? നോക്കി നോക്കി, حيوانات ശരിക്കും ഉദാഹരണത്തേക്ക് നോക്കി. ഉദാഹരണത്തിലുണ്ടല്ലോ. ലമ്മേ. താ. യെസ്. التاء മുബ്തദഉൻ لم ضم مبتدأ مرفوع وعلامة رفعه الضم. ضم കൊണ്ടാണ്, അസ്ലി. അസ്ലിയാണ്. ഓക്കെ, അത് അസ്ലിയായിട്ടുള്ള ഇതാണ്. അപ്പോ ഇതിന് മനസ്സിലാക്കുന്നത് ജംഉ മുഅന്നസ് സാലിം റഫ് ചെയ്യുന്നത് ദമ്മു കൊണ്ടാണ്. എന്താണ്? അസ്ലിയാണ് എന്നുള്ളതാണ്. മൻസൂബ്. മൻസൂബിന് റഅയ്തുൽ ഹയവാനാതി. റഅയ്തു അൽ ഹയവാനാതി. എന്താ? مفعول به മഫ്ഊലുൻ ബിഹി മൻസൂബ് منصوب منصوب وعلامة وعلامة نصبه رفعه نسبه الكسر كسرة. الكسرة അൽ കസ്റ. അസ്ലിയാണോ ഫർഇയാണോ? فرعية فرعي ഫർഇയാണ് അല്ലെ? മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ കസ്റ. അത് ഫർഇയ ആണ്. കാരണം നസ്ബിന്റെ അടയാളം എന്താണ്? ഫത്ഹാണ്. പക്ഷെ ഇവിടെ നസ്ബ് ചെയ്യുന്നത് കസ്റ കൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി മജ്റൂർ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാതി. അൽ ജന്നത്തു സ്വർഗം, തഹ്ത അഖ്ദാമിൽ ഉമ്മഹാതി ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് എന്നുള്ളതാണ്. എന്തായിരിക്കും ഇവിടെ? اسم مجرور تحت أقدام اسم الأمهات. مجرور. مضاف إليه مضاف ഉമ്മഹാതി. إليه. മുദാഫുൻ مضاف ഇലൈഹിയാണ്. إليه മുദാഫുൻ ഇലൈഹി مجرور 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 മർജൂർ وعلامة جره വഅലാമത്തു ജരിഹി الكسرة كسرة അൽ കസ്റ. അൽ കസ്റ أصلية. അസ്ലിയാണ്. أصليا മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജരിഹി അൽ കസ്റ. ഇത് അസ്ലിയ ആണ് എന്നുള്ളതാണ്. تحت أقدام ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ജംഉ മുദക്കർ സാലിം റഫ് ചെയ്യുന്നത് ദമ്മു കൊണ്ടാണ്, നസ്ബ് ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്, ജറ് ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്. كسر അതില് റഫ് അസ്ലിയാണ്, ജറു അസ്ലിയാണ്. അതായത് أصليا ജംഉ മുദക്കർ സാലിമിൽ നസ്ബ് മാത്രമേ ഉള്ളത് ഫർഇയായിട്ട് വരുന്നത്, ബാക്കിയൊക്കെ എന്താണ്? അസ്ലിയായിട്ടുള്ളതാണ് വരുന്നത് എന്നുള്ളതാണ്. مؤنث سالم. ജംഉ മുഅന്നസ് സാലിം. ഓക്കെ, ക്ലിയർ? Yes.
ഇനി മംനൂഉൻ മിനസ് സർഫ്. മംനൂഉൻ മിനസ് സർഫ് ഇതിന്റെ മർഫൂ. മംനൂഉൻ മിനസ് സർഫ് മർഫൂ ചെയ്യുന്നത്. ഉദാഹരണം ഹാദിഹി ആയിഷതു. ഹാദിഹി ആയിഷതു എന്താ? به خبر عائشة. مرفوع. خبر مرفوع. خبر ഖബറുൻ مرفوع മർഫൂഉൻ علامة رفعه ആ اللهم അലാമത്ത് റഫഇഹി لما اللهم അപ്പൊ ഇത് അസ്ലിയാണ് ഫറഇയാണ്? أصلي أصلية. അസ്ലിയാണ്. ഖബറുൻ മർഫൂ അലാമത്ത് റഫഇഹി ദമ്മ. ഇതും ഇതേമാതിരി തെറ്റി വന്നിട്ടുണ്ട്. ഖബർ എന്നാക്കണം ട്ടോ. مم. ഖബറുൻ മർഫൂ അലാമത്ത് റഫഇഹി لما الضمة. خبر مرفوع وعلامة رفعه الضمة. ഇപ്പൊ മംനൂഉ മിന സർഫ് റഫ്അ ചെയ്യുന്നത് ദമ്മ കൊണ്ടാണ്, അസ്ലിയാണ്. ഓക്കെ. ഇനി മൻസൂബ്. റഅയ്തു ആയിഷത. റഅയ്തു ആയിഷത. ആയിഷയെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. مفعول به منصوب ഉം. علامة وعلامة نسبه نسبه الفتحة الفتحة وعلامة نسبه أصلية. أصلية. أصلي أحسنت. أصلية مفعول به منصوب وعلامة نصبه الفتحة. أصلية. مفعول به منصوب وعلامة نصبه الفتحة. അത് അസ്ലിയ ആണ്. ഇനി അടുത്തത് മജ്റൂർ. ഹാദാ കിതാബു ആയിഷത. ഹാദാ കിതാബു ആയിഷത. ഇത് ആയിഷയുടെ കിതാബാകുന്നു, പുസ്തകമാകുന്നു. യെസ്, എന്താണ് വരിക? مضاف إليه مجرور مضاف إليه مجرور مجرور وعلامة جره علامة جره الفتحة. الفتحة. الفتحة فرعية. فرعية. مضاف إليه مجرور وعلامة جره الفتحة. എന്താണ്? ഫറഇയ ആണ്. മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ ഫത്ഹ. അത് ഫറഇയ ആണ്. ഓക്കെ. അപ്പോ മംനൂഉ മിനസ് സർഫ് റഫ്അ ചെയ്യുന്നത് ദമ്മ കൊണ്ടാണ്, നസ്ബ് ചെയ്യുന്നത് ഫത്ഹ കൊണ്ടാണ്, പിന്നെ ജറ് ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ്, ഫത്ഹ കൊണ്ടാണ്. അപ്പൊ ഇവിടെ ആകെ ഒരു ഫറഇയെ വരുന്നുള്ളൂ, അത് ജറിന്റെ സമയത്താണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതുവരെ ഉള്ളത് നമ്മൾ എന്താണ്, പിന്നെ അസ്മാഅുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അസ്മാ, പിന്നെ മുദക്കർ സാലിം, മുഅന്നസ് സാലിം, അത് അങ്ങനത്തെ ഇതിലൊക്കെ വരുന്ന. ഇനി പിന്നെ അഫ്ആലുകളാണ്. അഫ്ആലുകള് 3 അവസ്ഥകളാണ് അഫ്ആലിനുള്ളത്. അതായത് ഫിഅലുകളെ 3 ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മാദി. മാദിയായിട്ടുള്ള ഫിഅല്. അഫ്ആലു എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ? അഫ്ആലു എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്ആല് പറഞ്ഞ ഫിഅലുകൾ, പ്രവൃത്തികൾ. ഓക്കെ. ഫിഅല് ജമു അഫ്ആല്. ഓക്കെ. ഫിഅലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ആയി തിരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഒന്ന് മാദി, മാദിയായിട്ടുള്ളത് പാസ്റ്റ് ടെൻസ്. അത് മബ്നിയുൻ ദായിമ, എപ്പോഴും എന്താണ്, മബ്നിയാണ്. മാദിയായിട്ടുള്ള ഫിഅലുകൾ എപ്പോഴും മബ്നിയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് മുദാരി ആണ്. മുദാരി ആയിട്ടുള്ള ഇത്, അത് പ്രസന്റ്, പിന്നെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനൊക്കെ എന്ത് ചെയ്യും, മുദാരി. അത് മബ്നിയുൻ വ മുഅറബുൻ. അത് മബ്നിയായിട്ടും വരും, മുഅറബായിട്ടും വരും.
മബ്നിയായിട്ടും വരും മുഅറബായിട്ടും വരും. ഓക്കെ. മൂന്നാമത്തേത് അമ്രാണ്, കൽപ്പനാക്രിയ. അത് എന്താണ്? മബ്നിയുൻ ദായിമൻ, എപ്പോഴും മബ്നിയാണ്. അപ്പോ ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്. ഫിഅല് 3 മാളി മുദാരി അമ്ര. അതിൽ മാദിയും അമ്രും എപ്പോഴും എന്താണ്? മബ്നിയാണ്. മുദാരി എന്താണ്? മബ്നിയായിട്ടും വരും മുഅറബായിട്ടും വരും. അപ്പോ അതിലിപ്പോ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് മുദാരിന്റെ വിഷയത്തിലാണ്. ഇത് രണ്ടും ആയി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ ആദ്യം എളുപ്പമുള്ളത് എടുത്ത് പോവുകയാണ്. പിന്നെ മാദിയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിനി ആദ്യം മനസ്സിലാക്കുന്നത്. മാദിയും അമ്രും കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് മുദാരിയിലേക്ക് മാദി കഴിയും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുദാരി എടുക്കാം, എന്നിട്ട് അമ്രിലേക്ക് പോവാം. ഇഅ്റാബ് ഫിഅൽ മാദി. ഫിഅൽ മാദിന്റെ ഇഅ്റാബാണ്. ഓക്കെ. ഉസ്താദ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഓ, എന്നാലും മതി. കാരണം കുറെ ടൈം 1-2 പേര് മെസ്സേജ് ആയിക്കോട്ടെ അയച്ചു. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിലാ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അപ്പോ ഇതുവരെ എടുത്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്ലൈഡുകൾ പിന്നെ മാക്സിമം എളുപ്പമാക്കാൻ നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ബാക്കി ഭാഗങ്ങൾ ഫിഅല്, അമ്ര്, അതേപോലെ തന്നെ തവാബിഅ്, അങ്ങനെ കുറച്ച് സ്ലൈഡും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹാദാ വല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.